കണ്ടോ, ഒരു വലിയ ചക്കയുടെ മുറി പകുതി, ഒരു വലിയ ചക്കയെന്ന് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ചെറിയ മുറി വെട്ടി പെറുക്കി കീന്തി വേവിച്ചു, എന്നിട്ടും മിച്ചം വന്നു. വേവിക്കാൻ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞ് ബാക്കി മിച്ചം വന്നതാണിത്. ഇത് ഞാൻ ഈ പാത്രത്തിൽ എടുത്തു. ഇതിൻ്റെ അടപ്പം കൊണ്ട് എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് നാളെ തന്നെ എടുക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കുന്നെങ്കിൽ ഫ്രീസറിൽ വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചക്ക മിച്ചം വന്നാൽ സ്റ്റോർ ചെയ്യുന്നത്. സിപ്പ് ലോക്കിൽ സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചക്കയൊക്കെ മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ കാറ്റ് കയറിയല്ലാത്ത പാത്രത്തിലോ സിപ്പ് ലോക്ക് കവറിലോ ഇട്ടിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാം. പാത്രം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ എടുത്ത് വേവിച്ചാൽ മതി. ഇങ്ങനെയാണ് ഞാൻ ചക്ക മിച്ചം വന്നെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിപ്പ് ലോക്ക് കവറിലും വെക്കാം കേട്ടോ. അതാണെങ്കിലും ഒന്നും കൂടെ കാറ്റ് കയറാതിരുന്നോളും. ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വയ്ക്കണം. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ വയ്ക്കും. അതും കൂടെ കാണിക്കാം. കണ്ടോ, ഞാനിവിടെ ചക്ക കീന്തി എടുത്തിട്ടുണ്ട്. അത് മിച്ചം വന്നതാണ്. ഇന്ന് വേവിച്ച് കഴിഞ്ഞ് മിച്ചം വന്നതാണ്. അത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് പിന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കാറുണ്ട്. അത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ല ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നെങ്കിൽ സിപ്പ് ലോക്ക് കവറിലാക്കി എയർ ടൈറ്റായിട്ട് കാറ്റൊക്കെ നല്ലപോലെ ഞെക്കി പിടിച്ച് പരമാവധി കാറ്റ് കളഞ്ഞിട്ട് അടയ്ക്കും. ഇത് കണ്ടോ, ഞാൻ ചക്ക സിപ്പ് ലോക്ക് കവറിലാക്കി നന്നായിട്ട് കാറ്റൊക്കെ കളഞ്ഞ് ചേർത്ത് അടച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കൊണ്ടുപോയി ഫ്രീസറിൽ വയ്ക്കാം. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞെടുത്താൽ മതി. ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞെടുത്താൽ ഒരു കുഴപ്പമില്ല.